ഞാൻ എൻ്റെ ഒരു താല്പര്യം കൊണ്ട് ഇത് ചെയ്യുന്നത് മാത്രം. നമ്മളങ്ങനെ ഒരു സന്ദേശം നൽകുക, അതിന് പകരം നമുക്ക് കുട്ടികൾക്ക് വരാനുള്ളൊരു ഇടമാണത്, ഒരു ലേണിംഗ് സ്പേസാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. അപ്പോൾ ക്ലാസ് മുറിയിൽ നമ്മൾ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതിന് പകരം കുട്ടികൾക്ക് കണ്ടും തൊട്ടും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, പ്രധാന ലക്ഷ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ വൃക്ഷങ്ങൾ നടും, പിന്നെ ശലഭോദ്യാനങ്ങൾ ഒരുക്കുന്നുണ്ട്, മുളങ്കാടുകൾ ഒരുക്കുന്നുണ്ട്, ഔഷധത്തോട്ടങ്ങൾ, പിന്നെ ഇതുപോലെയുള്ള ഫലവൃക്ഷങ്ങളും നമുക്കൊക്കെ നടാം. പിന്നെ ഇവിടെ നമ്മൾ കണ്ടലൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഇത് നേരിട്ട് ഇപ്പം നമ്മൾ നഗരത്തിലെ കുട്ടികൾക്ക് ഈ കണ്ടൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ മുറിക്ക് പുറത്ത് കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമം. നമ്മൾ ഈ അതായത് മുറിക്കകത്തിരിക്കുന്ന കുട്ടിക്ക് ചില കാര്യങ്ങൾ നമ്മൾ എത്ര നേരം സംസാരിച്ചാലും കുട്ടിക്ക് ഇത് ബോധ്യമാണെന്നില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ മുറിക്ക് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് കുട്ടികൾ. അപ്പം എന്നിട്ട് തലമുറയ്ക്ക് പ്രകൃതിയായിട്ടുള്ള ഒരു കണക്ഷൻ ഒന്നുകൂടി മുറുക്കാനായിട്ടുള്ള ശ്രമം. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും ഒന്നും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിയോട് ഇപ്പം നിങ്ങൾ നാളെ മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് ജൈവ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കണം എന്നൊന്നും നമ്മൾ പറയില്ല. നമ്മൾ അതിന് പകരം ഇതുപോലുള്ള ഇടങ്ങളിൽ കുട്ടികളെ കൊണ്ട് പോകുന്നു, അവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു ക്ലാസ് എടുക്കുക, ഒരു മുറിയിലിരുത്തി 2-3 മണിക്കൂർ ഈ വിഷയങ്ങളെക്കുറിച്ച്, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. നമ്മളും ഒരു സ്റ്റുഡൻ്റാണ്, ഒരു വിദ്യാർത്ഥിയാണ്. ഓരോ ദിവസം നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നടക്കുകയാണ്. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുതിർന്ന ഒരാളാണ്, അതായത് ഏജ് കൂടുതലാണ്. ഈ കുട്ടികളും നമ്മൾ തമ്മിൽ വേറെ ഒരു വ്യത്യാസമില്ല. അപ്പം ഒരുമിച്ച് നടക്കുന്നു. ആ സമയത്ത് കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു. അതാണ് ഒരു എന്താ പറയുക, ഒരു നേച്ചർ വാക്കെന്നോ ട്രീ വാക്കെന്നോ ഒക്കെ ഇതിനെ പറയാം. അപ്പോൾ മുറിയിലായിരിക്കില്ല, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മുറിക്ക് പുറത്തായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഇടമായിട്ടാണ്. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുള്ള നമ്മളത് എന്താ പറയുക, ഒരു വലിയൊരു ഫാം സ്കൂളോ അതൊന്നുമല്ല നമ്മുടെ മനസ്സിലുള്ളത്. കുട്ടികൾക്ക് കുറച്ച്, അതായത് നഗരത്തിലെ കുട്ടികൾക്ക്, അത് ഏത് കുട്ടികൾക്കും വരാം, മുതിർന്നവർക്കും ഒക്കെ വരാട്ടെ, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം, സ്വസ്ഥമായിട്ട് ഇരിക്കാം. പിന്നെ ഇതുപോലെ ഇവിടെയുള്ള പക്ഷികളെയും ഈ വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റം ഇതൊന്ന് പരിചയപ്പെടാം. അത്ര. എന്ന് മുതലാണ് ചേട്ടൻ ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? പ്രകൃതിയുടെ പച്ചപ്പെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. എന്നിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ? ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് വീടിനോട് ചേർന്ന ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. എടാനക്കാടാണ് വീട്. അപ്പൊ അവിടെ നമ്മള് ഏതാണ്ട് 26 വർഷമായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാല്, നമ്മളൊരു 10 സെന്റ് അല്ലെങ്കിൽ 20 സെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു JCB കൊണ്ടുവരാന്നുള്ളത്. എന്നിട്ട് ആദ്യം തന്നെ അവിടെയുള്ള സസ്യങ്ങളെല്ലാം ഇല്ലാതാക്കും. അപ്പോൾ ഒരു ചെടി പോലും ഇപ്പം പറമ്പിൽ ഇപ്പോൾ ഒരു മുക്കോറ്റോ ഒരു തുമ്പയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഭക്ഷണത്തിനും ഔഷധങ്ങളും ഒക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതോടൊപ്പം മറ്റുള്ള ജീവജാലങ്ങൾക്കും വേണ്ടി ഒരു പാർപ്പിടം നമുക്ക് ഒരുക്കാം. ഇപ്പോൾ ഇവിടെ അതാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് തെങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു ചെടി പോലും ഉണ്ടായിരുന്നില്ല. കുട്ടികൾ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കഴിയുന്നത്ര ഇപ്പം മാവുണ്ട്, പ്ലാവ്, ആഞ്ഞിലി, റെയിൻ ട്രീ, ഇപ്പം മഴമരം, പിന്നെ മുള്ളുമുള, ഡിഫറെൻറ്റ് സ്പീഷീസ് ബാമ്പ് നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നടാതെ തന്നെ പക്ഷികൾ കൊണ്ടുവന്ന വിത്തുകൾ വീണ് മുളച്ചിട്ട് കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആഞ്ഞിലിയൊക്കെ കുറേയൊക്കെ നട്ടുപിടിപ്പിച്ചല്ല, തനിയെ ഉണ്ടായി വന്നതാണ്. പിന്നെ കലശ് എന്ന് പറഞ്ഞ അത് ഇവിടുത്തെ ഒരു നേറ്റീവ് പ്ലാന്റ് ആണ്. അത് ധാരാളം സ്വയം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ഈ കാട് നിർമ്മിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഇവിടുത്തെ ഈ പക്ഷികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇതിൽ പങ്കെടുക്കും. ഇപ്പം ഇവിടെ ഇപ്പം അണ്ണാനുണ്ട്, പിന്നെ പക്ഷികൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ആനറാഞ്ചി, കാടുമുഴക്കി, ചെമ്പോത്ത്, അതായത് ഒരു പക്ഷി പോലും ഈ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ജൈവവൈവിധ്യം ഉണ്ടായി വരുമ്പോൾ ഇവരെല്ലാം വരും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ, അതായത് ഞാൻ വീട്ടിൽ ചെയ്തു തുടങ്ങിയത് കിളികൾക്കും അണ്ണാന്മാർക്കും വേണ്ടിയാണ്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ആദ്യമായിട്ടൊരു അണ്ണാനെ കണ്ടപ്പോൾ നമുക്കുണ്ടായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് ഒന്നും ഇല്ലാത്തൊരു പറമ്പിൽ വൃക്ഷങ്ങൾ വരികയും അതുപോലെ അത് മാത്രമല്ല രാത്രി ഒരു 7-8 മണിയൊക്കെ ആകുമ്പോൾ നിറയെ മിന്നാമിന്നിയാണ്. തുടങ്ങുന്ന സമയത്ത് അങ്ങനെ, അതായത് അത് ഒരു കാടിന്റെ സ്വഭാവം ഈ പുരയിടത്തിന് വരുമ്പോഴാണ് ഇവരൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു ഹീലിംഗ് സ്പേസ് ആണ്. ഇപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇവിടെ വന്ന് നമുക്ക് കുറച്ചു നേരം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റണം. കുട്ടികൾക്കാണെങ്കിൽ അവർ വന്നപ്പോൾ നമ്മൾ അവരെ പരിസ്ഥിതി പഠിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അവർ ചിലർ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരും, അപ്പോൾ അവർ ഓടിക്കളിക്കും ഇവിടെ.
ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരിടം. ഇപ്പം ഇവിടെ തന്നെ വൈകുന്നേരം നമുക്ക് ഇവിടെ ഇരുന്ന് സൺസെറ്റ് കാണാൻ പറ്റും. കടലാണ്, അറബിക്കടലാണ്. അതെ. അപ്പോൾ ചുറ്റും ഇത് പൊക്കാളിപ്പാടമായിരുന്നു ആദ്യം. പിന്നെ ഇപ്പോൾ പൊക്കാളി കൃഷി ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം ചെമ്മീൻ കെട്ടുകളായിട്ട് മാറി. അപ്പോൾ ഇവിടെ നിറയെ നീർക്കാക്കകൾ വരും, പലതരത്തിലുള്ള കൊക്കുകൾ വരും. അപ്പോൾ പക്ഷി നിരീക്ഷണത്തിനൊക്കെ പറ്റിയ വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള ഇടങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നതിന് വരെ. ഇതുപോലുള്ള ഇടങ്ങൾ പരിചയപ്പെടുത്തുക, ഡിഫറെൻറ്റ് ഇക്കോസിസ്റ്റംസ് പരിചയപ്പെടുത്തുക. വെറുതെ 1-2 മരമല്ല, നമ്മൾ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമുക്ക് മുള കൊണ്ടുവരാം, കണ്ടൽ കൊണ്ടുവരാം, പിന്നെ ഫലവൃക്ഷങ്ങൾ നടാം, എല്ലാം നമുക്ക് നടാം. കഴിയുന്നത്ര വൈവിധ്യം നമുക്ക്. അപ്പോൾ നമുക്ക് നേരിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം ഇത് ഇന്ന ചെടിയാണ്. അപ്പോൾ നേരിട്ട് കുട്ടിക്ക് തൊട്ടും കണ്ടും മനസ്സിലാക്കാൻ കഴിയണം. ഇതാണല്ലേ മഴമരം. ഇത് റെയിൻ ട്രീ, വലിയ മരങ്ങൾ. ഇപ്പോൾ വലിയ മരമുണ്ട് ഇവിടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതായത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് കാടാക്കണം എന്നായിരുന്നു. അപ്പോൾ ഏറ്റവും വേഗത്തിൽ വളർന്നത് ഒന്ന് മുള, പിന്നെ തല്ലിത്തേങ്ങ എന്ന് പറയും, ഇന്ത്യൻ ആൽമണ്ട്, പിന്നെ മഴമരം. നല്ല വലിയ മരങ്ങൾ. അതിന് നമുക്ക് പുറകിൽ കുറേ മരങ്ങളുണ്ട്. ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിനും വലിയ മരം അപ്പുറത്തുണ്ട് കുറേ. അപ്പോൾ ഇതൊരു പെട്ടെന്ന് ഒരു കാനോപ്പി വരും. അതായത് ശരിക്കും നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ സ്ഥലമൊക്കെ അവിടം വരെ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അവിടെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഒരു കാടിന്റെ സ്വഭാവം വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും. അതായത് ഓരോ പ്രദേശത്തിനും ഒരു നേറ്റീവായിട്ടുള്ള ധാരാളം സ്പീഷീസ് ഉണ്ടാവും. അതാണ് അവിടെ നന്നായി വളരുക. ഇപ്പോൾ ഉപ്പുള്ള ഇടങ്ങളിൽ മറ്റുള്ള വൃക്ഷങ്ങൾ സർവൈവ് ചെയ്യണമെന്നില്ല. അപ്പോൾ കണ്ടലനുബന്ധ സസ്യങ്ങളുമാണ് സ്വാഭാവികമായിട്ട് ഇവിടെ വളരുക. അപ്പോൾ അതിനെ പരിചയപ്പെടുത്താൻ പറ്റിയൊരു ഇടമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ വരുമ്പോൾ എന്താണ് മാംഗ്രോവ്സ്, അല്ലെങ്കിൽ എന്താണ് മാംഗ്രോവ് അസോസിയേറ്റ്സ്, ഈ ഇക്കോസിസ്റ്റം എന്താണ്. അതായത് ഇത് ഇപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് വെയിലിറക്കം വരുന്നതനുസരിച്ച് കയറി ഇറങ്ങും ഈ പൊക്കാളിപ്പാടത്ത്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതെ. പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, വൈപ്പിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കടലാക്രമണമാണ്. അതായത് നമ്മൾ ഇപ്പോൾ കടൽ ഭിത്തിയാണ് അതിന് പരിഹാരം എന്നാണ് പറയുന്നത്. പക്ഷേ കടൽ ഭിത്തി ഓരോ വർഷം ഇപ്പം നമ്മൾ ഇടുന്ന 60 വർഷമായിട്ട് നമ്മൾ കടൽ ഭിത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കല്ലുകളൊക്കെ അറബിക്കടലിൽ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്രാസ് റൂട്ട് എന്നൊരു കൂട്ടായ്മ നമ്മൾ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ബയോഫെൻസ്, അതായത് കടൽ ഭിത്തിക്ക് ബദലായിട്ട് ഇവിടുത്തെ നേറ്റീവ് സ്പീഷീസ് ഇതുപോലുള്ള മരങ്ങൾ, മാംഗ്രോവ്സും മാംഗ്രോവ് അസോസിയേറ്റ്സും ഉപയോഗിച്ചൊരു ബീച്ചിന് പാരലായിട്ട് ഒരു കടലോര കാട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശക്തിയായിട്ടുള്ള ഇപ്പോൾ അറിയാമല്ലോ, നമുക്കിപ്പോൾ സുനാമിയൊക്കെ വന്നപ്പോൾ ഈ കണ്ടൽക്കാടുള്ള ഇടങ്ങളിലൊക്കെ ആഘാതം കുറവായിരുന്നു. അപ്പോൾ ഒരു സിംഗിൾ സ്പീഷീസ് അല്ല, ഒരു 50, 100, 150 മീറ്റർ വീതിയിൽ വേണം ഇത് ചെയ്യാൻ. എന്നാലേ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ ഒരു കണ്ടൽ തൈ നട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ പുന്നയോ അല്ലെങ്കിൽ ഇന്ത്യൻ ആൽമണ്ടോ, അതായത് നമ്മൾ തല്ലിത്തേങ്ങ എന്ന് പറയും, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് അവിടെ വളരുന്നത്. ഇപ്പം നമുക്ക് മാവും പ്ലാവും ഒന്നും പോയി ബീച്ചിൽ കൊണ്ടുപോയി നമുക്ക് നടാൻ പറ്റില്ല. അപ്പം അവിടെ സ്വാഭാവികമായിട്ട് വളരുന്ന സസ്യങ്ങൾ കൂടുതൽ നടുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർത്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പം എൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് കഴിയുന്നത്ര വൈവിധ്യം. ഇപ്പം നമുക്കൊരു ഇടം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എത്രയധികം വൈവിധ്യം കൊണ്ടുവരാൻ പറ്റുമോ അതാണ് എൻ്റെ ഒരു ശ്രദ്ധ. ഞാൻ ചെയ്യുന്നത് കൃഷിയല്ല അത്. കാരണം ഇതിൽ നിന്ന് എന്താണ് വരുമാനം, ഇങ്ങനെ കാടുണ്ടാക്കിയിട്ട് എന്താണ് നമുക്കൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഒന്നെന്ന് പറഞ്ഞാൽ ഈ വൈവിധ്യം കുട്ടികളെ പരിചയപ്പെടുത്താൻ ഇടങ്ങൾ നമുക്കില്ല. ഇപ്പോൾ ഓരോ വിദ്യാലയത്തോടും ചേർന്ന് നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഒരു എല്ലാ സ്കൂളുകളിലും ബയോഡൈവേഴ്സിറ്റി പാർക്ക് ചെയ്യണമെന്ന ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ പലർക്കും അറിയില്ല എന്താണ് ബയോഡൈവേഴ്സിറ്റി, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പറയും, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ശലഭോദ്യാനം ഉണ്ടാക്കാം, ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് ഉണ്ടാക്കാം, ഒരു ഹെർബൽ ഗാർഡൻ, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ബാംബുവിൻ്റെ ഡിഫറെൻറ്റ് സ്പീഷീസ് നടാം. അപ്പോൾ കഴിയുന്നത്ര ജൈവവൈവിധ്യം ആ സ്കൂൾ ക്യാമ്പസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ അതോടൊപ്പം അണ്ണന്മാർ വരും, കിളികൾ വരും, ശലഭങ്ങൾ വരും. അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു ആംബിയൻസ് തന്നെ മാറും. അതായത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ദിവസം വരാൻ തോന്നും. സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്ന ഇടങ്ങളും നമ്മൾ സൃഷ്ടിക്കുന്നു. ഇപ്പോഴത്തെ വിദ്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അധ്യാപകരാണെങ്കിലും കുട്ടികളും, അതായത് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് ഇരുന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അതിലാണ് നമ്മുടെ ശ്രദ്ധ. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഒരു കാര്യമില്ല.
ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഇടങ്ങൾ സൃഷ്ടിക്കണം. അവിടെ വരുമ്പോൾ കുട്ടികൾ ഉണ്ടാവുന്ന മാറ്റം. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊന്നും പഠിപ്പിക്കാൻ ശ്രമിക്കില്ല. നമ്മൾ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും, അധ്യാപകരും ഉണ്ടാവും. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, അപ്പോൾ നമ്മൾ പറയും. അല്ലാതെ നമ്മൾ 2-3 മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ ഇല്ല. ചില കുട്ടികൾ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓടി നടക്കും. നമ്മൾ തന്നെ ഒരു ഫ്രീഡം കൊടുക്കണം ആ കുട്ടിക്ക്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 2 മണിക്കൂർ സെഷനിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. കുറേ ഇപ്പം ഞാൻ കഴിഞ്ഞ 25-26 വർഷമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പിടികിട്ടിയത്, കുറച്ച് ഉൾക്കാഴ്ച കിട്ടിയത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ ഇത് ഒരു കുട്ടിക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കാനൊന്നും കഴിയില്ല. നമ്മളോടൊപ്പം കുട്ടി നടക്കണം. അപ്പോൾ ഓരോ സ്കൂളിലും നമുക്കിത് ചെയ്യാൻ പറ്റും, ഓരോ കോളേജിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജൂൺ 5-ന് ഒരു തൈ നടുന്നു എന്നല്ലാതെ വേറെ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന പദ്ധതിയിൽ ഒരു തൈ കുട്ടികൾക്ക് കൊടുക്കുന്നു, കുട്ടികളത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല, കൊണ്ടുപേക്ഷിച്ച് കളയുന്നു. ഒരിക്കലും കുട്ടികൾക്ക് തിയററ്റിക്കലായിട്ട് ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. പ്രാക്ടിക്കലായിട്ട് അദ്ദേഹം അവർ കണ്ടു പഠിക്കണം. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ?